വണക്കം, വന്ദന, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസറല്ല, അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഇത് ഇന്നലത്തെ ചാർട്ടിൻ്റെ സ്ക്രീൻഷോട്ടാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ചാർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും അക്യുറസി കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ നിറച്ച ആൾക്കാർ ഇൻഡിവിജ്വലായിട്ട് ചോദിക്കുന്നുണ്ട്. കൊടുക്കാൻ പറ്റും. നമ്മൾ മാർക്കറ്റിനെ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ, അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ, അതിനെ നല്ലൊരു ഫ്രണ്ടായിട്ട് കണ്ടു കഴിഞ്ഞാൽ, മാർക്കറ്റിനെ ഫ്രണ്ടായിട്ടാണോ കാണാൻ, നല്ലൊരു ഫ്രണ്ടായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അനാലിസിസ് വരുമ്പോൾ ലെവലുകൾ പറഞ്ഞു തരും. നിങ്ങൾ റെഗുലറായിട്ട് വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ അക്യുറസി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്താണ് നിങ്ങൾ കാണുന്നതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, അദ്ദേഹം നമ്മുടെ യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ, എങ്ങനെയാണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. ആദ്യം ഈ ഒരു കാര്യത്തിന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് എന്താണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ? അതൊരു ഇംഗ്ലീഷിൻ്റെ ഒരു വേർഡാണ്. പോയിൻ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് നമുക്കൊരു വേർഡാണ് അല്ലേ. അത് നമ്മൾ വേറെ ഇപ്പോൾ എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾക്കാരൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്നുണ്ടല്ലേ, വേറെ ലാംഗ്വേജിൽ. അതിങ്ങനെ ആലോചിക്കുമ്പോഴാണ് അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള നമുക്ക് ഒരു വ്യൂ കിട്ടുക, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതിനെ നമുക്ക് നോക്കാം. പോയിൻ്റ് ഓഫ് കൺട്രോൾ ഈ പഴയ കാലങ്ങളിൽ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഈ ചന്തയ്ക്ക് പോകുമ്പോൾ കാള വിൽപ്പന, അതേപോലത്തേക്ക് വിൽപ്പന ഉള്ളപ്പോൾ രണ്ടുപേരും കയ്യിൽ മുകളിൽ, അതായത് നമ്മുടെ കയ്യിൻ്റെ മുകളിൽ ഒരു തോർത്തോ അങ്ങനെ എങ്ങാണ്ടോ ടവലോ ഒക്കെ ഇട്ടിട്ട് റേറ്റ് ഡിസ്കസ് ചെയ്ത് ഫൈനലായിട്ട് ഒരു റേറ്റിലായിട്ട് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വിൽക്കുന്ന ആൾ പറയും 50 രൂപ, എക്സാമ്പിളിനാണ്. പിന്നെ വാങ്ങിക്കുന്ന ആൾ പറയും പറ്റില്ല 40 രൂപ. അപ്പോൾ വിൽക്കുന്ന ആൾ പറയും പറ്റില്ല 49. അപ്പോൾ വാങ്ങിക്കുന്ന ആൾ പറയും പറ്റില്ല 42. അങ്ങനെ ഇത് റേറ്റ് പറഞ്ഞ് 45, എക്സാമ്പിളാണ് ഇതൊക്കെ പറയുന്നത്, 45 വാങ്ങിക്കുകയും വിൽക്കുന്ന ആൾക്കും കൺവിൻസ് ആവുകയും വാങ്ങിക്കുന്ന ആളും കൺവിൻസ് ആകുകയും ചെയ്യുന്ന ഒരു റേറ്റ് ഉണ്ടല്ലോ, 45. അതാണ് കൺട്രോൾ അല്ലേ. ഈ 45 എത്താനായിട്ടുള്ള കൺട്രോളാണ്. 50 താഴോട്ട് വന്നു, 40 മുകളിലോട്ട് പോയി. സോ ഇതാണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് ആ ഒരു റേറ്റ് നമ്മൾ മാർക്കറ്റിലാണ് നിൽക്കുന്നത്, അത് ആദ്യം ആലോചിക്കുക. ഈ പറഞ്ഞ ചന്ത എന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനെ മാറ്റി ആലോചിക്കുക. ഷെയർ മാർക്കറ്റ് അല്ലേ. ഷെയർ മാർക്കറ്റ് എന്താണ് അവിടെ നടക്കുന്നത്? സിമ്പിൾ. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് അവിടെ നടക്കുന്നത് അല്ലേ. വാങ്ങിക്കുകയും വിൽക്കുകയുമാണ് ചെയ്യുന്നത് അല്ലേ, ബൈ സെൽ. അപ്പോൾ ഇതിന് ഈ റേറ്റിന് എത്താനായിട്ടുള്ള അപ്സ് ആൻഡ് ഡൗൺസ് ആണ് നമ്മൾ മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല മാർക്കറ്റ് അപ്പിലോട്ട് പോയി, നല്ല മാർക്കറ്റ് ഡൗണിലോട്ട് പോയി എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ സൈഡ് വേസ് ആയി. അപ്പോൾ ഇങ്ങനെ ഈ റേറ്റ് കറക്റ്റായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അന്ന് കച്ചവടം ഇതേപോലെ ഡള്ളാവും. പിന്നെ ഈ റേറ്റിന് വാങ്ങിക്കാൻ ആളില്ലെങ്കിലും വിൽക്കാൻ ആളില്ലെന്നുണ്ടെങ്കിലും അന്നത്തെ ദിവസം എന്താണ്, മാർക്കറ്റ് ഡള്ളായിരിക്കും. ഇതാണ് കഴിഞ്ഞ 2 സെഷനിലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ പോയിൻ്റ് ഓഫ് കൺട്രോൾ എന്താണ് എന്നുള്ളത് മനസ്സിലായും തോന്നുന്നു. മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും റീവൈൻഡ് ചെയ്തിട്ട് പ്ലേ ബാക്ക് ചെയ്തിട്ട് ഒന്നുകൂടെ കാണുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കുക. ഇന്നത്തെ ലെവല് ഇതാണ്. ഓക്കെ, ഇതിനകത്ത് മൾട്ടി ഡേ ഹൈ, അതായത് MDH എന്ന് പറഞ്ഞാൽ മൾട്ടി ഡേ ഹൈ. സോ അതിന് വളരെ വളരെ പ്രാധാന്യമാണ്. 2 ദിവസത്തിൽ ഉള്ള ഹൈ അടുപ്പിച്ച് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ദിവസമാണ്. സോ അത് എവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ 25,250 അവിടെയാണ് നിൽക്കുന്നത്. ഇന്നത്തെ ലെവല് ഈ നോട്ട് ചെയ്ത് വയ്ക്കുക. 25,100 എന്ന് പറയുന്നത് ഒരു മെയിൻ ബേസ് ആയിട്ട് വർക്ക് ചെയ്യും. എന്നിട്ട് 25,190 താഴെ 24,960 എന്ന് പറഞ്ഞ ലെവല് ഇവിടെ കിടപ്പുണ്ട്. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത് നോക്കുക. ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ 90 രൂപയാണ്. 90 ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.